രണ്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന രണ്ട് ഗോത്രങ്ങൾക്കിടയിലെ ഒടുങ്ങാത്ത പകയും പ്രതികാരം വീട്ടലുമാണ് കോങ്കോയെ വർഷങ്ങളായി യുദ്ധഭൂമിയാക്കി മാറ്റിയത്. കോങ്കോയെ അശാന്തമാക്കുന്നതിൽ അയൽരാജ്യമായ റുവാണ്ടയുടെ ലക്ഷ്യമെന്താണ്? അതിനെക്കുറിച്ചാണ് അടുത്ത വാർത്ത. 2012 രൂപീകരിച്ച സായുധ സംഘമാണ് M23. മാർച്ച് 23 ചുരുക്കമാണ് M23. റുവാണ്ടയുമായും ഉഗാണ്ടയുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന കോങ്കോയിലെ നോർത്ത് കിവു പ്രവിശ്യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സായുധ സംഘടനയാണ് M23. റുവാണ്ടയുടെ പിന്തുണയോടെ ടുട്സി വംശജരാണ് M23 നയിക്കുന്നത്. ടുട്സി വിമത സംഘമായ നാഷണൽ കോൺഗ്രസ് ഫോർ ദി ഡിഫൻസ് ഓഫ് ദി പീപ്പിൾ അഥവാ CNDPയും കോങ്കോ സർക്കാരും തമ്മിൽ 2009 മാർച്ച് 23 സമാധാന കരാർ ഒപ്പുവച്ചിരുന്നു. ഈ തീയതിയുടെ ഓർമ്മയ്ക്കാണ് M23 എന്ന പേര് CNDPയുടെ സായുധ സംഘം സ്വീകരിച്ചത്. ബിഷപ്പ് ജീൻ മാരി റൂണിഗ ലുഗറെറോ ആയിരുന്നു M23 സ്ഥാപക പ്രസിഡന്റ്. ബെർട്രാൻ ബിസിമ്മ എന്ന വിമത നേതാവാണ് നിലവിലെ പ്രസിഡന്റ്. സുൽത്താനി മകങ്കയാണ് M23 സൈനിക മേധാവി. കോങ്കോ ടുട്സി വംശജനും റുവാണ്ടൻ സേനയിലെ മുൻ ഉദ്യോഗസ്ഥനുമാണ് സുൽത്താനി മകങ്ക. 1994 റുവാണ്ടയിൽ നടന്ന നരനായാട്ടുമായി ഇപ്പോൾ കോങ്കോയിൽ നടക്കുന്ന സംഘർഷത്തിന് ബന്ധമുണ്ട്. ഒരേ ഗോത്രത്തിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു ഹുട്ടുകളും ടുട്സികളും. പരസ്പരം വിവാഹബന്ധത്തിലേർപ്പെടുകയും സഹകരണത്തോടെ അയൽക്കാരായി താമസിക്കുകയും ചെയ്തവരിൽ തികച്ചും യാദൃച്ഛികമായി വിഭാഗീയത ഉണ്ടാവുകയും അത് പിന്നീട് വംശീയ കലാപമായി മാറുകയും ചെയ്തു. വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ ഭാര്യാഭർത്താക്കന്മാർ പോലും ശത്രുക്കളായി മാറി. ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷത്തോളം പേരാണ് വംശഹത്യയുടെ പേരിൽ റുവാണ്ടയിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ടുട്സി വംശജരായിരുന്നു. കൊന്നു തള്ളിയതാകട്ടെ ഹുട്ട് വംശജരും. രക്തരൂഷിത കലാപത്തിനു പിന്നാലെ പോൾ കഗാമയുടെ നേതൃത്വത്തിൽ ടുട്സി വംശജർ റുവാണ്ടയുടെ തലസ്ഥാനം പിടിച്ചെടുത്തു. റുവാണ്ടയുടെ പ്രസിഡന്റായി പോൾ കഗാമെ അധികാരത്തിലുമെത്തി. കഗാമയുടെ ഭരണത്തിൽ കൊടും വംശഹത്യ ഉണ്ടാകുമെന്ന് ഭയന്ന 10 ലക്ഷത്തോളം ഹുട്ട് വംശജർ അതിർത്തി കടന്ന് കോങ്കോയിലെത്തി. വംശഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ പിടികൂടാനെന്ന പേരിൽ റുവാണ്ടൻ സൈന്യം 2 പ്രാവശ്യം കോങ്കോയുടെ അതിർത്തി കടന്നെത്തി. ഇതിന് കിഴക്കൻ കോങ്കോയിലെ ടുട്സികളുടെ പിന്തുണയും റുവാണ്ടൻ സൈനികർക്ക് ലഭിച്ചിരുന്നു. കോങ്കോയിൽ പ്രവർത്തിക്കുന്ന ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഫോർ ദി ലിബറേഷൻ ഓഫ് റുവാണ്ട അഥവാ FDLRന് വംശഹത്യയുമായി ബന്ധമുണ്ടെന്നാണ് റുവാണ്ടൻ ഭരണകൂടം ആരോപിക്കുന്നത്. വംശഹത്യാ സംഘം എന്നാണ് ഈ ഗ്രൂപ്പിനെ റുവാണ്ട വിശേഷിപ്പിക്കുന്നത്. കോങ്കോ സർക്കാർ FDLRന് പിന്തുണ നൽകുന്നുവെന്നും റുവാണ്ട കുറ്റപ്പെടുത്തുന്നു. കിഴക്കൻ കോങ്കോയിലെ ടുട്സി വംശജർക്കും തങ്ങൾക്കും FDLRൽ ഭീഷണിയല്ല എന്നുറപ്പുവരുത്തുന്നതുവരെ കോങ്കോ പ്രശ്നത്തിൽ നിന്നും റുവാണ്ട മാറി നിൽക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. M23 പോരാട്ടത്തിന് പിന്നിൽ വംശീയത മാത്രമല്ല, അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള ധാതുസമ്പത്തുകൾ സ്വന്തമാക്കുന്നതിനും കൂടിയാണ്. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും അത്യാവശ്യമാണ് ടാൻഡലം. ടാൻഡലത്തിന്റെ വൻ ശേഖരമാണ് കിവു പ്രവിശ്യയിലും മറ്റും. ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്ന ടാൻഡലത്തിന്റെ 40% കോങ്കോയിൽ നിന്നാണ്. അത് പക്ഷേ വിതരണം ചെയ്യുന്നത് റുവാണ്ടയാണെന്ന് മാത്രം. കിഴക്കൻ കോങ്കോയിലെ ടാൻഡലം മൈനുകളെല്ലാം M23 നിയന്ത്രണത്തിലാണ്. അവരിലൂടെയാണ് അമൂല്യമായ ഈ ധാതു റുവാണ്ടയുടെ കൈകളിലെത്തുന്നത്. മാസത്തിൽ 480 ടൺ ടാൻഡലം അയിര് M23 റുവാണ്ടയിലേക്ക് അയക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ ചെമ്പ്, ടിൻ, ലിഥിയം, വജ്രം, കോബാൾട്ട് എന്നിവയും M23 വഴി റുവാണ്ടയിലെത്തുന്നുണ്ട്. അളവറ്റ ധാതുസമ്പത്തുക്കൾ ഉണ്ടെങ്കിലും കോങ്കോയിലെ 60% ജനങ്ങളും കൊടും പട്ടിണിയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം.